അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല വെള്ളരിക്കയും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുക്കുന്നത്. ഈ ഒരു പകുതി ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക്, കലത്തിലേക്കോ മൺചട്ടിയിലേക്കോ ഇട്ടിട്ട് വേവിക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ മാങ്ങക്ക് എത്ര പുളിയുണ്ട് അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ. അധികം പുളിയായി പോകണ്ട കേട്ടോ, പച്ചക്കറിയല്ലേ, അതുകൊണ്ട് തന്നെ അധികം പുളി വരണ്ട. ചെറിയൊരു പുളി മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഇതുപോലെ നടുവേ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടത് മുങ്ങിയിട്ട് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ടത് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കറിലിട്ട് വേവിക്കണമെന്നൊന്നുമില്ല, ഇതുപോലെ പാത്രത്തിലിട്ട് വേവിച്ചാലും മതി. പിന്നെ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൊണ്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുത്ത അരപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തിളച്ച് വരുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ചിങ്ങനെ വല്ലാണ്ട് ഇതായി പോകണ്ട, ചെറിയ രീതിയിലൊന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയും പൊട്ടിച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും നമ്മൾ സാധാരണ വെജിറ്റബിൾ കറിയിലൊക്കെ ഒഴിക്കുന്നതല്ലേ, അതുപോലെ തന്നെ പൊട്ടിച്ചിട്ട് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക മാങ്ങ ഇട്ടിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്